അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് കിളിമീൻ കിട്ടി. അപ്പോൾ അത് കുറച്ച് വറുക്കാനും കുറച്ച് കറി വയ്ക്കാമെന്നും വിചാരിച്ച്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങയും 2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 3-4 ചുമന്നുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക ആദ്യം. പിന്നെ ചട്ടിയിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുടംപുളി, ഇഞ്ചി നല്ലോണം ഇടാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും മീൻ. എന്നിട്ട് ഈ അരച്ചതും ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ അത് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വയ്ക്കുക. അത് ഒരുവിധം നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ പറക്കിയിടാം. മീൻ പറക്കിയിട്ട് അധികം നേരം വേവിക്കാൻ നിൽക്കരുത്. ഒരു 2-3 തള വരുമ്പോൾ ഓഫ് ചെയ്യുക. നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ് മീനാകെ ഉടഞ്ഞു പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ കറി, മീൻ കറി. പിന്നെ വറുക്കാൻ കുറച്ച് അധികം വറുക്കാൻ എടുത്ത് വെച്ചിട്ടാണ്. വറുക്കാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും, കുരുമുളക് പൊടി ചേർത്തില്ല കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. കുരുമുളക് ചാളയിലേ ചേർക്കുള്ളൂ. ഒരു ഇച്ചിരി ചൊറുക്ക് ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ മീനിൻ്റെ കഷ്ണം ഉടയാതിരിക്കാനാണ് ചൊറുക്ക ചൊറുക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ ആയാലും മതി. നമ്മൾ ചിക്കനിലൊക്കെ ഒഴിക്കുന്ന പോലെ ഇത്തിരി ഒഴിച്ച് മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്താൽ അത് നല്ല മുറുക്കായിട്ട് ക്രിസ്പി മാതിരി ഉണ്ടാവും. എന്നിട്ട് അത് നല്ലപോലെ ഉണ്ടാകും. മറിച്ചിടാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക്. അല്ലെങ്കിൽ ഇത് ചില സമയത്ത് ഈ മീൻ മറിച്ചിടുമ്പോൾ നമുക്ക് ഉടഞ്ഞു പോകും. അപ്പോൾ അത് ഉടയാതിരിക്കണം. അതിൽ കറിവേപ്പില ഇട്ട് ആ കറിവേപ്പില തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മറിച്ചിടുക. പിന്നെ ഉച്ചക്കലത്തെ ഊണ് മീൻ കറിയും പിന്നെ ഇന്നലത്തെ മോരൊഴിച്ച് കൂട്ടാനും മീൻ വറുത്ത് ഇത്രേ ഉള്ളൂ ഇന്ന്.